നമ്മുടെ കുരുന്നുകളെ കാക്കാം, മൗനം വെടിയാം, ജാഗ്രത പാലിക്കാം. ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ നീളുന്ന കാമവെറിയുടെ കൈകൾ നമ്മുടെ സമൂഹത്തിൽ പടരുന്ന അർബുദമായി മാറിക്കഴിഞ്ഞു. 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ പോലും പീഡനത്തിന് ഇരയാകുന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. ഈ വിപത്തിനെതിരെ നാം ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപരിചിതരെക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ഭീഷണിയാകുന്നത് പലപ്പോഴും അവർക്ക് പരിചിതരായ മുഖങ്ങൾ തന്നെയാണ് എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. വിശ്വാസം എന്ന വാക്കിന്റെ മറവിലാണ് പല ക്രൂരതകളും നടക്കുന്നത്. അതിനാൽ സ്വന്തം വീടായാലും ബന്ധുവീടായാലും കുട്ടികൾ എവിടെയായിരുന്നാലും മാതാപിതാക്കളുടെ കണ്ണുകൾ എപ്പോഴും അവരുടെ മേലുണ്ടായിരിക്കണം. കുട്ടികളുടെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അവഗണിക്കാതിരിക്കുക. ഇവിടെയാണ് തുറന്ന സംസാരത്തിന്റെ പ്രാധാന്യം. വസ്ത്രം കൊണ്ട് മറയ്ക്കുന്ന ശരീരഭാഗങ്ങൾ ആരെങ്കിലും സ്പർശിച്ചാൽ അത് നോ എന്ന് പറയാൻ നമ്മുടെ കുട്ടികളെ നാം പഠിപ്പിക്കണം. ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്നിവയെക്കുറിച്ച് സ്കൂളുകളിൽ മാത്രമല്ല വീടുകളിലും ചർച്ച ചെയ്യപ്പെടണം. ഭയം കൂടാതെ മാതാപിതാക്കളോട് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് നൽകുക. പലപ്പോഴും കുടുംബത്തിന്റെ മാനം ഭയന്ന് ഇത്തരം സംഭവങ്ങൾ പുറത്തറിയിക്കാതിരിക്കുന്ന പ്രവണത കുറ്റവാളികൾക്ക് വളമാകുന്നു. കുറ്റവാളിയെ സംരക്ഷിക്കുന്നതല്ല, ഇരയെ ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥ മാന്യത എന്ന് സമൂഹം തിരിച്ചറിയണം. നിയമങ്ങൾ ശക്തമാണെങ്കിലും അത് നടപ്പിലാക്കാൻ നമ്മുടെ ജാഗ്രത അനിവാര്യമാണ്. കുട്ടികൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അവരുടെ ബാല്യം കവർന്നെടുക്കാൻ ആരെയും അനുവദിക്കരുത്. നമ്മുടെ കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കട്ടെ, കാവലായി നമ്മുടെ കരുതലും. ന്യൂസ് ഡെസ്ക്